ഓക്കെ, വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്. ഇതിൻ്റെ ഒരു ലുക്കൊന്ന് നോക്കിയേ നിങ്ങൾ. ഇത്രയും വണ്ടി ഇരിപ്പുണ്ട് ഇതിൽ നിന്ന് എന്തായാലും. ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ADV 250 ഒരു റിവ്യൂ ആണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് എഞ്ചിനിൽ നിന്ന് തുടങ്ങാം. നമുക്കിവിടെ കാണാം ദ 249cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഇതിൽ വരുന്നത്. നമുക്കിവിടെ ഒരു റേഡിയേറ്ററൊക്കെ കാണാം. ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തരാം. ഒരു വലിയൊരു റേഡിയേറ്ററൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറയുമ്പോൾ ഒരു 30.5 bhp അറ്റ് 9250 RPM, അതുപോലെ തന്നെ ഒരു 25 Nm ടോർക്ക് അറ്റ് 50 RPM ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡ്യൂക്ക് 250യുടെ സെയിം ബേസൊക്കെ തന്നെയാണെങ്കിലും ബട്ട് ട്യൂണിങ്ങും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഒരു എഞ്ചിനാണ്. നമ്മളെ പഴയ 250 നിങ്ങൾ ഓടിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, അത് കുറച്ച് റോ ആയിരുന്നു. ബട്ട് ഇതിനെ കുറച്ചും കൂടി ഒന്ന് നമുക്ക് മെരുക്കിയിട്ടുള്ള ഒരു ടൈപ്പാണ്. അപ്പോൾ ഇത് നമുക്ക് ഓടിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ടെറൈനിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കിക്കഴിഞ്ഞാൽ 227 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അത് നമുക്ക് നമ്മളെ ഫോൺ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു ഫോൺ ഇവിടെ ഇരിക്കും, അടുത്തതിൻ്റെ ഒരു അര ഫോണും കൂടി. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് ഈ വണ്ടിക്ക്. അതുപോലെ തന്നെ അടിയിലൊരു ബാഷ് പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് മെറ്റൽ തന്നെയാണ്, പ്ലാസ്റ്റിക് അല്ല. ട്രയംഫിൻ്റെ ബാഷ് പ്ലേറ്റ് കുറച്ചും കൂടി നമുക്കൊന്ന് എൻജിനീയറിങ് ചെയ്ത് ഒരു മോഡൽ ചെയ്തപോലെ ഇരിപ്പുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ദിസ് ഈസ് സ്ട്രോങ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ലുക്ക് എന്ന് പറയുമ്പോൾ. ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഇപ്പോൾ ഈ ഒരു 250 നമ്മൾ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ ADV 390 250 ഏതാണ്ട് സെയിം ലുക്ക് തന്നെ. സ്റ്റിൽ ചിലവർക്ക് ഈ ഒരു ഹെഡ്ലൈറ്റ് അധികം ഫേവർ ആവത്തില്ല. അപ്പോൾ ഇതിൻ്റെ വരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ KTMൻ്റെ ബിഗ്ഗർ സിബ്ലിങ്സിൻ്റെ സെയിം സാധനം തന്നെയാണ് ഈ ഒരു ലുക്കിൻ്റെ അകത്ത് പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡ്യൂക്കിൻ്റെ ഹെഡിനെയൊക്കെ എടുത്ത് വെച്ച പോലെ ചിലവർ പറയുമെങ്കിലും നമുക്കതിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ലുക്ക് എന്ന് പറയുമ്പോൾ. ഇവിടെ 2 ലൈറ്റ് വരുന്നുണ്ട്. ഇതൊരു ഹൈ ബീമിൻ്റെ ഒരു ലൈറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഫ്രണ്ടിലോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഒരു 19 ഇഞ്ച് അലോയ് വീലാണ് വരുന്നത്. നിങ്ങൾ നോക്കണം, അലോയ് വീലാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു 320 mm ഡിസ്ക് ഫ്രണ്ടിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 പിസ്റ്റൻ്റെ ഫ്രണ്ട് ബ്രേക്കും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WPയുടെ അപ്പെക്സ് സസ്പെൻഷനാണ് വരുന്നത്. ഇവിടെ സസ്പെൻഷൻ ഒരു പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പ്ലാസ്റ്റിക്കാണ്. സ്റ്റിൽ നമുക്ക് കുറച്ച് സസ്പെൻഷൻ്റെ ലൈഫ് കുറച്ചും കൂടി കൂടുതലായിട്ടും ചെളിയൊന്നും അടിച്ച് സ്ക്രാച്ച് വരാനുണ്ട്. അടുത്ത ഫ്രണ്ടിൽ എല്ലാ ഇൻഡിക്കേറ്റേഴ്സും ഹെഡ്ലൈറ്റും വരുന്നത് LED-യിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു LED ഇൻഡിക്കേറ്ററൊക്കെ കാണാം. നമ്മുടെ പഴയ സീരീസ് അല്ലെങ്കിൽ നമ്മുടെ പഴയ KTMൻ്റെ ഇൻഡിക്കേറ്റേഴ്സിൽ നിന്ന് മാറിയിട്ടുള്ളൊരു ഇൻഡിക്കേറ്ററാണ് വരുന്നത്. എനിക്ക് തോന്നുന്നില്ല അത്ര ഒരു 4-5 LED വരുന്ന ഒരു ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഒരു ഫ്രണ്ടിലൊരു വൈസർ വരുന്നുണ്ട്, വിൻഡ് വൈസർ വരുന്നുണ്ട്. അടുത്ത് നമുക്ക് പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ പുറകിലെന്ന് പറയുമ്പോൾ നമ്മുടെ ടിപ്പിക്കൽ 17 ഇഞ്ചാണ് വരുന്നത്. ഓക്കെ, ഫ്രണ്ടിലത്തെ ടയർ സൈസ് പറയാൻ മറന്നുപോയി. ഫ്രണ്ടിൽ 100 സെക്ഷൻ്റെ അപ്പോളോൻ്റെ ടയേഴ്സാണ് ഫ്രണ്ടിൽ വരുന്നിട്ടുള്ളത്. എന്തുകൊണ്ടും MRF-നെക്കാട്ടും ബെസ്റ്റാണ് അപ്പോളോ. അപ്പോൾ ഓക്കെ, അടുത്ത് പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ 17 ഇഞ്ച് അലോയാണ് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ അകത്തൊരു 100 സെക്ഷൻ ടയർ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു 240 mm ഡിസ്കും വരുന്നുണ്ട് പുറകിൽ. ബൈബ്രയുടെ തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പുറകിലത്തെ ലുക്ക് എന്നൊക്കെ പറയുമ്പോൾ. ഒരു കുഞ്ഞൊരു എൻഡ്യൂറോ ലുക്കിലുള്ള ഒരു നമ്മുടെ ഒരു ടെയിലൈറ്റ് വരുന്നുണ്ട്. പഴയ ടെയിലൈറ്റിനെക്കാട്ടും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് ഇതിൽ വന്നിട്ടുള്ള ടെയിലൈറ്റ് എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ഇതാണ് വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ ഒരു അണ്ടർ സീറ്റ് എക്സോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അണ്ടർ സീറ്റ് എക്സോസ്റ്റ് നിങ്ങൾക്കറിയാലോ, നിങ്ങൾക്ക് ഓഫ് റോഡ് ഹാർഡ് കോർ ഓഫ് റോഡൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇതിൽ കുറേ വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരും. അത് ഞങ്ങൾക്ക് പറയാം. ഇതാണ് ഇതിൻ്റെ ഒരു കോക്പിറ്റൽ വ്യൂ എന്നൊക്കെ പറയുന്നത്. നമുക്കിവിടെയാണ് കീ വരുന്നത്. കീ ഓണാക്കുമ്പോൾ ഇവിടെ ഒരു TFT ഡിസ്പ്ലേ വരുന്നുണ്ട്, ഒരു കളർ TFT ഡിസ്പ്ലേ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്വിച്ച് ഗിയറിൽ തന്നെ തുടങ്ങാം. ഇവിടെ പാസിനും ബ്രൈറ്റിനുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടൊരു സ്വിച്ച് വരുന്നുണ്ട്. ഇവിടെ ഹസാർഡിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. 4 ബട്ടൺസ് വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്, ഹോൺ വരുന്നുണ്ട്. റൈറ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നമ്മുടെ കിൽ സ്വിച്ച് വരുന്നുണ്ട്, ഇഗ്നിഷൻ വരുന്നുണ്ട്. ഇത്രയാണ് ഇതിൽ വരുന്ന ബേസിക് സ്വിച്ചസ്. നമുക്ക് വലിയ ഡിഫറൻസ് തോന്നത്തില്ല, കാരണം നമ്മൾ ADV 390യുടെ സെയിം സാധനം തന്നെയാണ്. ADV 390ക്ക് ഇവിടെ ഒരു ക്രൂസ് കൺട്രോളിൻ്റെ സ്വിച്ച് മാത്രം കൂടി വരുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ സസ്പെൻഷൻ അഡ്ജസ്റ്റബിൾ ഒന്നും അല്ല. അത് നമുക്ക് ഡിസ്പ്ലേയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ റെഡി ടു റേസ് എന്ന് കാണിക്കാം. ഓക്കെ, കിൽ സ്വിച്ച് നമുക്ക് ഓൺ ചെയ്താലേ മീറ്റർ ആക്സസ് ചെയ്യാൻ പറ്റൂ. ഇതിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടെയാണ് നമ്മുടെ RPM മീറ്റർ വരുന്നത്. ഇവിടെ നമുക്ക് സ്പീഡോ മീറ്റർ എഴുതി കാണിക്കും. ഇവിടെ ഗിയർ പൊസിഷൻ വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ വാർണിംഗ് ലൈറ്റ്സ് എല്ലാം ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ടൈം ഉണ്ട്. നമ്മുടെ ഫോണുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കണക്ട് ചെയ്തിട്ട് ടേൺ ബൈ ടേൺ നമുക്ക് ഇതിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിൽ ട്രിപ്പ് 1 ഉണ്ട്, ട്രിപ്പ് 2 ഉണ്ട്. ഈ ഒരു ടോഗിൾ സ്വിച്ച് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ബാക്ക് ബട്ടണാണ്. ഇത് നമുക്ക് അകത്തോട്ട് കയറുന്നുണ്ട്. ഓക്കെ, മേളിലോട്ടും താഴോട്ടും. നമുക്ക് ആദ്യം അതിൻ്റെ അകത്ത് കയറി നോക്കാം. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമുക്ക് മോഡ്സ് നോക്കിക്കഴിഞ്ഞാൽ മോട്ടോർ സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് ABS മോഡ്സ് ഉണ്ട്. ABS മോഡ്സിൻ്റെ അകത്ത് 2 മോഡാണ് വരുന്നത്. റോഡും
ഓഫ് റോഡും. നിങ്ങൾക്കറിയാം ഇവിടെ നോക്കുമ്പോൾ റോഡിൻ്റെ അതിൽ ഇതിപ്പോൾ റോഡിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് രണ്ടും വീലിലും ABS വർക്കിംഗ് ആണ്. ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അവരൊരു ഡോട്ടഡ് ലൈനൊക്കെ വെച്ചിട്ട് കാണിച്ചിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ അറിയാം. ഓക്കെ, നമ്മളിവിടെ മോഡ് ചേഞ്ച് ചെയ്യുമ്പോൾ കണ്ടില്ലേ, പുറകിലത്തത് ഓഫ് ചെയ്യാൻ പറ്റും. പുറകിലത്തത് മാത്രമേ സ്വിച്ചബിൾ ആയിട്ടുള്ളൂ. രണ്ടും സ്വിച്ച് ചെയ്യാൻ പറ്റത്തില്ല, രണ്ടും ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. പുറകിൽ മാത്രമേ സ്വിച്ച് ചെയ്യാൻ പറ്റൂ. ഇത് നമുക്ക് പുറകടിച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ മോഡിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇങ്ങനത്തെ ഒരു കുറച്ചും കൂടി മിനിമലിസ്റ്റിക് ആയിട്ടുള്ള വരുന്നുണ്ട്. ഇതൊരു സ്റ്റാൻഡേർഡ് മോഡും ഉണ്ട്, പിന്നെ ഒരു മിനിമലിസ്റ്റിക് ആയിട്ട് വരുന്നത് നമ്മുടെ ഹിസ്കവർണയിലൊക്കെ വരുന്ന പോലത്തെ ഒരു മീറ്റർ സെറ്റപ്പാണ്. നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് തന്നെ ഇരിക്കട്ടെ. ഓക്കെ, ഇത് രണ്ടും വരുന്നുണ്ട്. അടുത്ത് ഇതിൻ്റെ ഏറ്റവും താഴത്തെ ഓപ്ഷനിൽ വരുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. അതായത് ക്വിക്ക് സെലക്ടർ കണക്ടിവിറ്റി, നമ്മുടെ ഫോണുമായിട്ടുള്ള കണക്ടിവിറ്റി, ഷിഫ്റ്റിംഗ് ലൈറ്റിൻ്റെ എത്ര RPM ഷിഫ്റ്റിംഗ് ലൈറ്റ് വരണം, ക്ലോക്ക്, ഡേറ്റ്, ടൈം, അതിൻ്റെ കാര്യങ്ങൾ, യൂണിറ്റ്സ്. പിന്നെ ഇതിൽ ക്വിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട്. ഇതിൽ പ്ലസും മൈനസും ക്വിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട്. അപ്പും ഡൗണും നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കത് ഓണും ഓഫും ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഇപ്പോൾ ഓണായിട്ട് തന്നെ ഇടാം, നമുക്ക് ഓൺ തന്നെ വേണം. പിന്നെ എക്സ്ട്രാ ഫങ്ഷൻസ് നമുക്കിതിൽ ആവശ്യമില്ല. കാരണം ഇത് മീറ്റർ വരുന്നത് സെയിം തന്നെയാണ്. അതായത് 390 ADV 390 250 നമ്മൾ ആ ഒരു സെയിം മീറ്റർ തന്നെയാണ്. ഈ ഒരു ലുക്ക് തന്നെയാണ് നമുക്ക് ADV 390 വരുന്നത്, ADV 390X വരുന്നത്. പണ്ട് നമ്മുടെ KTM ചെയ്തിരുന്നത് ADV 390X എന്ന് പറയുന്നത് ഓഫ് റോഡ് അല്ലെങ്കിൽ ഓഫ് റോഡ് ഓറിയൻറ്റഡ് ആയിരുന്നു, പഴയ, അതായത് ഈ ഒരു വെർഷന് മുന്നേ ഉള്ള വെർഷനിലുണ്ടായിരുന്നത്. ബട്ട് ഇപ്പോൾ KTM ചെയ്ത് നേരെ തിരിച്ചിട്ടു. അതായത് ADV 390X എന്ന് പറയുന്നത് റോഡ് വെർഷനും ADV നോർമൽ അഡ്വഞ്ചർ 390 എന്ന് പറയുന്നത് ഓഫ് റോഡ് വെർഷനോട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ റോഡ് ഫോക്കസ്ഡ് ആണ് കൂടുതൽ. അങ്ങനെ പറയാൻ കാരണം നമുക്ക് സ്പോക്ക് വീൽസ് വരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഏത് അഡ്വഞ്ചർ KTMൻ്റെ അഡ്വഞ്ചർ സീരീസ് എല്ലാം ആയാലും ഓക്കെ, ആ എൻഡ്യൂറോ ഒഴികെ ബാക്കി ഒരുവിധം സാധനങ്ങളെല്ലാം റോഡ് ഫോക്കസ്ഡ് ആണ്. എന്ന് വെച്ചാൽ ഇതായാലും അതായത് റോഡിൽ ടൂറിങ് പോവുക എന്ന് പറഞ്ഞ ഒരു സെറ്റപ്പിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നമ്മുടെ ഡ്യൂക്ക് 390 എന്ന് പറയുമ്പോൾ ഒരു സിറ്റി അങ്ങനത്തെ സ്ട്രീറ്റ് ഓറിയൻറ്റഡ് ആണ്. അതായത് നമുക്ക് കുറച്ചും കൂടി ലോ ആൻഡ് ടോർക്ക് അല്ലെങ്കിൽ സിറ്റിയിൽ കൂടി കുറച്ച് ഇങ്ങനെ ഫ്ലിക്ക് ചെയ്ത് നടക്കുക, അങ്ങനത്തെ ഒരു ടൈപ്പിനാണ് അവർക്ക് ആ ഒരു വണ്ടിയുള്ളത്. അടുത്ത് ഈ ഒരു 250 എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ റോഡുകളൊക്കെ ഉണ്ടല്ലോ, അതായത് പൊട്ടിപ്പൊളിഞ്ഞത് അങ്ങനത്തത്. ഹാർഡ് കോർ നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. ഹാർഡ് കോർ ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ 2 അലോയ്സും അപ്ഗ്രേഡ് ചെയ്യണം, എന്നിട്ട് സ്പോക്ക് വീലിലോട്ട് അപ്ഗ്രേഡ് ചെയ്യണം. അതായത് നമ്മുടെ ADV 390 അതായത് അഡ്വഞ്ചർ 390 അലോയ്സ് ഉണ്ട്. അത് 21 ഇഞ്ചും 17 ഇഞ്ചോ 18 ഇഞ്ചോ അങ്ങനെ എന്തോ വരാം. ഞാൻ എവിടെയെങ്കിലും കമ്പാരിസൺ ഇട്ടിരിക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫ്രീ ഫ്ലോ എക്സോസ്റ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് ലുക്കാവാം. കാരണം എനിക്ക് ആ ഒരു എക്സോസ്റ്റ് ഹിസ്കോർണയുടെ എക്സോസ്റ്റ് ഇതിൽ വന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കുറച്ചും കൂടി സജഷൻ ഉണ്ടായിരുന്നു. കുറച്ചും കൂടി ഒന്ന് നമ്മളെ ഒരു വെള്ളത്തിൻ്റെ വാട്ടർ ലെവലൊക്കെ ക്രോസിങ് ചെയ്യുമ്പോൾ എക്സോസ്റ്റ് തട്ടുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. ബട്ട് ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നറിയാം. ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് അതൊരു ഇഷ്യൂവേ അല്ല. അടുത്ത് നമുക്കൊന്ന് കെയർ ചെയ്ത് നോക്കാം. കെയർ ഇരിക്കുമ്പം ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ 825 mm ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. എൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 174 ആണ്. അപ്പോൾ എനിക്ക് ഒരു സീറ്റ് ഹൈറ്റിൽ, അതായത് എൻ്റെ ഹൈറ്റ് വെച്ചിട്ട് എനിക്ക് 2 ഫുട്ടും കുഴപ്പമില്ല. എന്നെക്കാൾ ഹൈറ്റ് കുറഞ്ഞവരാണെങ്കിൽ ചെറിയ ഇഷ്യൂസ് ഉണ്ട്. ബട്ട് അത് മാനേജബിൾ ആണ്, കാരണം ഇതിന് 177 കിലോയേ ഉള്ളൂ. ഈ ഒരു ലുക്കൊക്കെ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും കുറച്ചും കൂടി വെയിറ്റ് ഉണ്ടെന്ന്. ബട്ട് ഇതിന് ആ ഒരു വെയിറ്റ് ഇല്ല. ഓക്കെ, 177 കിലോയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടൊന്ന് ഏൽപ്പിച്ചു തരാം. ഓക്കെ, കിൽ സ്വിച്ച് ഓൺ. ഇതാണ് ഇതിൻ്റെ സൗണ്ട് എന്ന് പറയുമ്പോൾ. ഓക്കെ, നിങ്ങൾക്ക് നമ്മളെ പഴയ ഡ്യൂക്ക് 390 അല്ലെങ്കിൽ 250 ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സൗണ്ട് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. കാരണം ഡീകാറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു. ബട്ട് ഇതിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല ഇപ്പോൾ. ഓക്കെ, അടുത്ത് ഈ ഒരു വണ്ടിയുടെ സെഗ്മെൻറ്റിൽ വരുന്ന വേറെ വണ്ടികളാണ് നമ്മുടെ വേഴ്സസ് 250. ഓക്കെ, നമുക്ക് ഈ ഒരു 250 എന്ന് വെച്ചാൽ ഒരിക്കലും നമുക്ക് ആ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ ഒരു ലെവലും അതിൻ്റെ ഒരു ലെവലും കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. അതിന് നിങ്ങൾക്ക് വേഴ്സസ് ഓടിച്ചവർക്ക് അറിയാം. 250 ഓടിച്ചവർക്ക് ലേശം പവർ കമ്മിയായിട്ടുള്ള വണ്ടിയാണ്. ഞാൻ ഇതിൻ്റെ അത്ര ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അത്ര പവർ അത് പ്രൊഡ്യൂസ് ചെയ്യാറില്ല. ഇത് നമ്മൾ കുറച്ചൊന്ന് പവർ ബാൻഡൊക്കെ ലേശം ഹയർ ആയിട്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. അടുത്ത് ഞാൻ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് സെറ്റപ്പ് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഹെഡ്ലൈറ്റ് സെറ്റപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പ്രൊജക്ടർ ലൈറ്റ് ഉണ്ട്, താഴെ ഒരു ചെറിയ ലൈറ്റ് ഉണ്ട്, ഇതിൻ്റെ സൈഡിൽ DRL വരുന്നുണ്ട്. നമ്മൾ ലോ ബീമിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ സ്വിച്ച് ആവുന്നത്, കണ്ടില്ലേ? ഓക്കെ, ഇതിൻ്റെ പ്രകാശം അത്യാവശ്യം പ്രകാശമുണ്ട്. ലൈക്ക് നോർമലി കേരളത്തിലെ റോഡിൽ കൂടിയാണ് നിങ്ങൾ ഓടിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു പ്രകാശം മതിയാവും. നിങ്ങൾ ഹൈവേ ഒരു ഇൻ്റർസ്റ്റേറ്റ് അങ്ങനത്തെ ടിപ്പിക്കൽ ടൂറേഴ്സ് ചെയ്യുന്ന പോലെ ഒരു
അങ്ങനത്തെ സെറ്റപ്പിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓക്സിലറി ലൈറ്റ്സ് ആവശ്യം വരും. നമുക്ക് ഏറ്റവും കൂടുതൽ കുറച്ചും കൂടി വിസിബിലിറ്റി കിട്ടുക ഇങ്ങനത്തെ ഒരു ടെറൈനിൽ കൂടി ഓടിക്കുമ്പോൾ വൈറ്റ് ലൈറ്റിനെക്കാട്ടും നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുക ഓക്സിലറി ലൈറ്റ്സ് ആയ യെല്ലോ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. യെല്ലോ ലൈറ്റ്സ് ആയിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക. അടുത്ത് നമുക്ക് ഇതിൽ എക്സ്ട്രാ ആക്സസറീസ് എന്തൊക്കെയെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. അതൊരു ടൈപ്പ് സി ചാർജിങ് പോർട്ടാണ്. ഓക്കെ, ഈ ഒരു ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, ഈ ഒരു ടവർ ഇത് കംപ്ലീറ്റ്ലി അവർ ഡക്കാർ ആ ഒരു സീരീസ് വണ്ടികളിൽ നിന്ന് അവർ ആപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ടവറാണ് വന്നിട്ടുള്ളത്. അതായത് ഇത് നിങ്ങൾ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് വരുന്നതെല്ലാം ഡക്കാർ വണ്ടികളിലാണ്. നിങ്ങളിപ്പോൾ പുതിയ ഹിമാലയനിൽ നോക്കിയാൽ ഇങ്ങനത്തെ ഒരു ടവർ കാണാം, ബട്ട് അതൊരു റൗണ്ട് ഡിസ്പ്ലേ ആണ്. ഇത് നമ്മൾ ടിപ്പിക്കൽ KTMൽ വരുന്ന ഒരു റെക്ടാങ്കുലർ ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു വൈസറാണ്. ഈ ഒരു വൈസറിന് പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. അതായത് പോസിറ്റീവ് സൈഡ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഹൈവേയിൽ പോവുകയാണെങ്കിൽ വിൻഡ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകത്തില്ല. നിങ്ങളൊരു 140 ടൂർ ചെയ്യാൻ ആഗ്രഹിക്കുകയെങ്കിൽ എന്തായാലും ഇതിൻ്റെ ADV 390 പോവുക. ഇത് 250 ആണ്. അപ്പോൾ ഡ്യൂക്ക് 250 ടൂറിങ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണ്, ആ ഒരു ഡ്യൂക്ക് 250 പവർ മതി. ബട്ട് എനിക്ക് ടൂറിങ്ങും ചെയ്യണമെന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വണ്ടി കൂടുതൽ റെക്കമെൻഡ് ചെയ്യുക. അടുത്ത് ഈ ഒരു വൈസറിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത്, കാരണം നോർമലി എനിക്ക് തോന്നിയതാണ്, എൻ്റെ ഒരു ഹൈറ്റ് അനുസരിച്ച് ഞാനിങ്ങനെ കയറിയിരുന്നിട്ട് എനിക്ക് എൻ്റെ താഴെ കാണണമെങ്കിൽ ലേശം എന്താ ഒരു ഡിഫ്ലക്ഷൻ പോലെ തോന്നിക്കും. ഓൾറെഡി ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം, ഇങ്ങനത്തെ ഒരു ടിൻറ്റഡ് വൈസറാണ്. അപ്പോൾ നമുക്ക് ഡേ ആയിരുന്നാലും കുറച്ചൊന്ന് ഡിമ്മായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു ടെറൈനിൽ കൂടി ഞാൻ ഓടിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് എനിക്ക് ആ ബീക്ക് കാണാൻ പറ്റുന്നുണ്ട്, ബട്ട് ബീക്കിൻ്റെ താഴെയുള്ള സാധനം എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഓഫ് റോഡ് ചെയ്യുമ്പോൾ ലേശം ഡിഫിക്കൽട്ടി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഓഫ് റോഡ് ഇറങ്ങുമ്പം കേട്ടോ. നോർമൽ ഹൈവേസിൽ എനിക്ക് ആ ഒരു പ്രശ്നം തോന്നിയില്ല, ബട്ട് ഓഫ് റോഡ് ചെയ്യുമ്പോൾ എൻ്റെ POV ആണ് ഞാൻ പറയുന്നത്. എൻ്റെ POVയിൽ എനിക്ക് അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം തോന്നി. ബട്ട് അതർവൈസ് സാധനം സെറ്റാണ്. കാരണം പ്രോപ്പർലി എൻജിനീയറിങ് ചെയ്തിട്ടുള്ളൊരു വൈസർ തന്നെയാണ് പറഞ്ഞത്, അല്ലാണ്ട് പെട്ടെന്ന് കാട്ടിക്കൂട്ടി വെച്ചതുപോലെ എനിക്ക് തോന്നില്ല. ഓക്കെ, അടുത്ത നമുക്ക് ബിൽഡ് ക്വാളിറ്റിയിലോട്ട് പോകാം. ബിൽഡ് ക്വാളിറ്റി, ഈ പാനൽ, ടാങ്ക്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പക്കയാണ്. അതായത് ഞാനിപ്പോൾ ഇത് ഹിമാലയനുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഹിമാലയൻ നമുക്ക് കണ്ടാൽ അറിയാം ഇതിനെക്കാളും വയറിങ് ഇല്ല, ബട്ട് അതിൻ്റെ അത് ഫുൾ വയറിങ് നമുക്ക് കാണാൻ പറ്റും. അവിടെ കൂടി പോകുന്ന വയർ, ഇവിടെ കൂടി എല്ലാ വയറും എനിക്ക് നമ്മളിവിടെ ഒരു റൈഡറിൻ്റെ POVയിൽ ഇരിക്കുമ്പോൾ വയറിങ് കാണാൻ പാടില്ല. കാണുമ്പോൾ നമുക്കൊരു ഷോക്കായിട്ട് തോന്നും, കാരണം കുറേ വയേഴ്സ് പോകുമ്പോൾ. ബട്ട് ഇതെല്ലാം കംപ്ലീറ്റ്ലി എഞ്ചിനീയറിങ് ചെയ്ത് ഇതിൻ്റെ അകത്തൂടിയൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് ഇരിപ്പുണ്ട്, നമുക്ക് വേറെ വയേഴ്സ് ഒന്നും കാണില്ല. കാരണം പ്രോബബ്ലി ഒരു ബിഗ് ബൈക്കായിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ബീക്കായാലും അത്യാവശ്യം ക്വാളിറ്റിയിലൊക്കെ തന്നെയാണ് ബീക്കൊക്കെ ഇരിക്കുന്നത്. അത്യാവശ്യം ഹൈറ്റിലാണ് ഇരിക്കുന്നത്, അത്യാവശ്യം ലുക്കുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് വലിയ രീതിയിലുള്ള ചെളി അടിച്ച് കയറത്തില്ല. നമുക്ക് എന്തായാലും ഒരു റേഡിയേറ്റർ ഗ്രില്ല്, ഓൾറെഡി ഇവിടെ ഒരു പ്ലാസ്റ്റിക് സാധനം കൊടുത്തിട്ടുണ്ട്, നമുക്കിത് മാറ്റിയിട്ട് എന്തായാലും ഒരു മെറ്റലിൻ്റെ റേഡിയേറ്റർ ഗ്രില്ല് കൊടുത്തു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. അതുപോലെ ഡാഷ് പ്ലാറ്റും നമുക്ക് ഈ സാധനം നമുക്ക് ആവശ്യമുള്ള കാര്യം ചെയ്യും. നിങ്ങൾ പിന്നെ ഹാർഡ് കോർ ആണ് നോക്കണമെങ്കിൽ ഒരിക്കലും ഈ ഒരു വണ്ടി എടുക്കരുത്. ഹാർഡ് കോർ, അതായത് നിങ്ങൾ പ്രോപ്പറായിട്ടൊരു ഹാർഡ് കോർ ഫ്രോഡാണ് നോക്കണമെങ്കിൽ ഒരിക്കലും ADV 250 ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യില്ല. ഞാൻ എന്തായാലും എൻഡ്യൂറോ 390 ആയിരിക്കും സജസ്റ്റ് ചെയ്യുക. അതൊരു വേറെ ലെവലിൽ ഇരിക്കുന്നതാണ്. ഓക്കെ, പുറകിലത്തെ സസ്പെൻഷൻ പറഞ്ഞില്ലല്ലോ. പുറകിലൊരു മോണോ സസ്പെൻഷൻ വരുന്നുണ്ട്, അഡ്ജസ്റ്റബിൾ അല്ല, പ്രീലോഡ് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു WB-യുടെ തന്നെയാണ് പുറകിൽ വരുന്ന സസ്പെൻഷൻ. ഞാൻ വിട്ടുപോയതാണ്. ഇതിൻ്റെ സസ്പെൻഷൻ ആയാലും ഭയങ്കര സോഫ്റ്റും അല്ല ഭയങ്കര സ്റ്റിഫും അല്ല എന്ന രീതിയിലാണ് ഇരിക്കുന്നത്. അതായത് ഒരു ഹൈവേ ടൂറിങ്ങിന് വേണ്ടി സ്യൂട്ട് ചെയ്തിട്ടുള്ളതാണ് ഇരിക്കുന്നത്. ഹിമാലയൻ്റെ അത്ര നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിമാലയൻ്റെ അത്ര നല്ലതല്ല. ഹിമാലയൻ്റെ സസ്പെൻഷൻ കുറച്ചും കൂടി സോഫ്റ്റാണ്. അടുത്ത് നമുക്ക് വേഴ്സസിൻ്റെ അത്ര സോഫ്റ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേഴ്സസിൻ്റെ അത്ര സോഫ്റ്റും അല്ല. അപ്പോൾ നിങ്ങൾക്ക് ടിപ്പിക്കലായിട്ട് ഒരു ഡ്യുവൽ പർപ്പസ് ടൂററായിട്ട് കൊണ്ടുനടക്കാം. ഓഫ് റോഡും പോകാൻ പറ്റും, നമ്മുടെ ഹൈവേസിൽ ടൂറിങ് ചെയ്യാൻ പറ്റുന്ന ഒരു 250cc അല്ലെങ്കിൽ 250യുടെ ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരു വണ്ടിയാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾ ADV 390 ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും അതിന് തന്നെ പോകണം. കാരണം ADV 390യുടെ പവർ നിങ്ങൾക്ക് എന്തായാലും ഇതിലൊന്നും കിട്ടത്തില്ല. ഇതൊരു 30 BHPയും അതൊരു 45 BHP ആണ്, ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതിപ്പോൾ ആരെടുക്കണം എന്ന് പറഞ്ഞാൽ വേഴ്സസ് നോക്കുകയാണ് നിങ്ങൾ. പക്ഷേ വേഴ്സസ് 250 നിങ്ങൾക്ക് അറിയാമല്ലോ, ടിപ്പിക്കലി ഒരു ജിക്സർ മൈൻഡഡ് വണ്ടിയാണ് വരുന്നത്. ഓക്കെ, എനിക്ക് ജിക്സറിൻ്റെ കൂടെ വലിയ എതിർപ്പൊന്നുമില്ല, സ്റ്റിൽ അത് കുറച്ച് പവർ കുറഞ്ഞ വണ്ടിയാണ്. അപ്പോൾ അത് നോക്കുന്നവർ എന്തായാലും ADV 250 കമ്പയർ ചെയ്യുക, നിങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം. ADV 390നെക്കാട്ടും എനിക്ക് എൻ്റെ POVയിൽ എന്തുകൊണ്ടും ഒരു ഓൾറൗണ്ട് വണ്ടി അല്ലെങ്കിൽ വാല്യൂ ഫോർ മണി തന്നെയാണ് ഇത്. കാരണം നിങ്ങൾ 3 ലക്ഷത്തി, എനിക്ക് തോന്നുന്നു ഇത് ഒരു 3,38,000 എന്തോ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അറിയാം, ലേശം ഒന്ന് കൂടിയാണ് ഇരിക്കുന്നത്. സ്റ്റിൽ നിങ്ങൾക്ക് ട്രാക്ഷൻ കൺട്രോളർ വരുന്നില്ല, ബാക്കി ഗിഫ്റ്റ് ഷിഫ്റ്റർ വരുന്നുണ്ട്, റൈഡ് ബൈ വയർ വരുന്നുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ വരുന്നുണ്ട്.
അതെല്ലാം നമുക്ക് യൂസ്ഫുള്ളാണ്. ക്രൂസ് കൺട്രോൾ ഇതിൽ വരുന്നില്ല കേട്ടോ. ക്രൂസ് കൺട്രോൾ വരുന്നത് നമ്മൾ ADV മാത്രമേ വരുന്നുള്ളൂ. 250 ക്രൂസ് കൺട്രോൾ വരുന്നില്ല. എന്തുകൊണ്ട് 250 എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു 14.5 ലിറ്റർ ടാങ്കാണ് വരുന്നത്. ഡ്യൂക്ക് 250ക്ക് ഞാൻ ഓടിച്ചിരുന്നപ്പോൾ എനിക്കൊരു അറൗണ്ട് ഒരു 30 to 35 എനിക്ക് ഫ്യൂൽ എഫിഷ്യൻസി കിട്ടിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയത് ചിലവർക്ക് മാറാൻ കുറയാൻ കൂടാൻ ഓക്കെ, അത് ഡിപ്പെൻഡ്സ് ആണ്. അത്രയും ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ട്. പിന്നെ മോഡേൺ ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് ഒരു 250 സെഗ്മെൻറ്റിൽ. 250 സെഗ്മെൻറ്റിൽ എനിക്ക് തോന്നുന്നു വേറെ ഒരു വണ്ടിയും ഇങ്ങനെ കിട്ടുന്നില്ലെന്നാണ്. ഏതെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയുക. അടുത്ത് നമുക്കിതിൻ്റെ സീറ്റിലോട്ടൊക്കെ പോവാം. സീറ്റ് എനിക്ക് അത്ര ഫേവറായിട്ട് തോന്നിയില്ല. കാരണം വലിയൊരു വൈഡായിട്ടും വരുന്നുണ്ട്, നാരോ ആയിട്ടും വരുന്ന സീറ്റാണ്. മീൻസ് ഇവിടെ വരുമ്പോൾ നാരോ സീറ്റാണ്, കുറച്ചും കൂടി ഇറങ്ങുമ്പോൾ കുറച്ചും കൂടി വലിയൊരു സീറ്റ് വരുന്നുണ്ട്. പിന്നെ പില്ലിയൻ സീറ്റ് ഇത്രയും ചെറിയൊരു, അതായത് ഡൊമിനാറിൻ്റെ പുറകിൽ വരുന്ന ഒരു ചെറിയ പീസ് പോലെയാണ് വരുന്നത്. ബട്ട് കുഷനിങ്ങും കുറവാണ്. പില്ലിയൻ കംഫർട്ട് ലേശം കുറവായിരിക്കും. നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും ജെൽ സീറ്റോ അങ്ങനെ എന്തെങ്കിലും ഹൈവേ പോവുകയാണെങ്കിൽ എന്തായാലും അത് യൂസ് ചെയ്യുക. ഓക്കെ, പുറകിൽ പില്ലിയൻ ഒരു വലിയ ഗ്രാബ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്രാബിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പില്ലിയനെ എങ്ങനെ പിടിച്ചിരുന്നാലും ഇതിനൊരു അനക്കോ കുലുക്കോ ഒന്നും പറ്റത്തില്ല. അടുത്തതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സാഡിൽ ബാഗ് അങ്ങനത്തെ സാധനങ്ങൾ ആക്സസറീസ് മൗണ്ട് ചെയ്യാനുള്ള സ്റ്റേ ഇതിൽ വരുന്നില്ല. ഇപ്പം നിങ്ങൾ നമ്മുടെ ഹിമാലയനിലെ പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ പുറകിൽ വരുന്നതിലൊരു ടോപ്പ് ബോക്സ് വെക്കാനുള്ള കാരിയറും അതിൻ്റെ സ്റ്റേ ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ആക്സസറീസ് ഇതിൽ വരുന്നില്ല, KTM വരുന്നില്ല. എന്തായാലും KTM ചിലപ്പോൾ അടുത്ത അപ്ഡേറ്റിൽ ചിലപ്പോൾ ഇതൊക്കെ മാറ്റിയിട്ട് കൊണ്ടുവരാം. ആഫ്റ്റർ മാർക്കറ്റ് ആക്സസറീസ് ഇപ്പോൾ അത്യാവശ്യം അവൈലബിൾ ആണ്. സോ വലിയൊരു ഇഷ്യൂ ആയിട്ടല്ല, സ്റ്റിൽ അങ്ങനെ ഞാൻ പറഞ്ഞതാണ്. നമുക്കിനി ഇതൊന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ, മിറേഴ്സ് എന്ന് പറയുമ്പോൾ ടിപ്പിക്കൽ നമ്മുടെ ഡ്യൂക്കിൽ വരുന്ന മിറേഴ്സ് അല്ല ഇതിൽ വരുന്നത്. ഇതിൽ വരുന്ന കുറച്ചും കൂടി ഡൊമിനാറിൻ്റെ മിററായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ, ഇങ്ങനത്തെ ഓഫ് റോഡ്സ് ആയാലും നിങ്ങൾക്ക് അത്യാവശ്യം കൊണ്ടു നടക്കാം. എനീറ്റ് ചെയ്യുന്നാലും പക്കയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഡിഫിക്കൽട്ടി ഒന്നും തോന്നില്ല. ചില വണ്ടിക്ക് എനീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂനി നിൽക്കുന്ന അങ്ങനത്തെ ഒരു സെറ്റപ്പ് തോന്നും. ഇതിൽ ആ ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഇങ്ങനത്തെ റോഡ്സിൽ കൂടി കുറച്ചൊന്ന് അകത്തോട്ട് പോയി നോക്കാം. നിങ്ങൾക്ക് വിൻവൈസർ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിഞ്ഞൂടാ, ഇത്രയും ഹൈറ്റിലാണ് ഇരിക്കുന്നത്. എനിക്കത് ലേശം ഡിസഡ്വാൻറ്റേജ്. കുറച്ചൊന്ന് ഹൈറ്റ് കുറഞ്ഞിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു വിൻവൈസർ. ഓക്കെ, നമ്മൾ റിയർ ABS ഇപ്പോൾ ഓഫ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ വാർണിംഗ് ഒന്ന് കിടപ്പുണ്ട്. നമുക്ക് ടാങ്ക് ഹഗ് ചെയ്യാൻ വേണ്ടി ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ചില വണ്ടിക്ക് ടാങ്ക് ഹഗ് ചെയ്യേണ്ട സ്ഥലം കുറവായിരിക്കും. ഓക്കെ, ത്രോട്ടിൽ ബൈ വയർ വരണമുണ്ട്. നമുക്ക് ത്രോട്ടിൽ നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇപ്പം പില്ലിയൺ ഇരിക്കണോണ്ട് നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റും. നോർമലി രീതിയിൽ നിങ്ങൾക്കറിയാമല്ലോ ഇതൊക്കെ എങ്ങനെ എടുക്കാണ്ടേന്ന്. അതെല്ലാം ഇതിന് എടുക്കാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാടിച്ചോ പൊന്തിച്ചോ എങ്ങനെ വേണം എടുക്കാം. പെട്ടോ, നമുക്കിപ്പോൾ വേറെ ഒരു ഇതിൽ നിൽക്കാം. ഇതിൻ്റെ ഒരു ലുക്കൊന്ന് നോക്കിയേ നിങ്ങൾ. ഇത്രയും വണ്ടി ഇരിപ്പുണ്ട്. ഇതിൽ നിന്ന് എന്തായാലും മാറി നിൽക്കുന്ന, ഇത്രയും വണ്ടിയിൽ നിന്ന് ഒരു എടുത്ത് നിൽക്കുന്ന ഒരു ലുക്ക് തന്നെയാണ് ഇതിൽ. അപ്പം ഇതിൽ വണ്ടി ഇപ്പോൾ ഇവിടെ ബ്ലോക്കായിട്ടിരിക്കുകയാണ്. ഇതിന് നമുക്ക് വേറെ വിഷയമൊന്നുമില്ല. സ്റ്റിൽ ആ ഒരു വണ്ടി അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ലുക്ക്. എന്താ ലുക്ക്! ഇങ്ങനെ കൈയും കെട്ടി ഇന്ന് നോക്കി നിൽക്കേണ്ടി വരും ഇതിൻ്റെ ഒരു ലുക്ക് നോക്കുമ്പോൾ. നിസ്സാരം. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഇത്രയും നേരം ഓഫ് റോഡും അങ്ങനത്തെ കണ്ടു. അടുത്തതിൻ്റെ ഹൈവേയിൽ കാഴ്ച. ഓക്കെ, ഇതാണ് ക്വിക്ക് ഷിഫ്റ്ററിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുമ്പോൾ. ഡൗൺ ഷിഫ്റ്റ് ചെയ്യാം, ബട്ട് എനിക്ക് ക്വിക്ക് ഷിഫ്റ്റർ ഞാൻ പറഞ്ഞില്ലേ, ഡൗൺ ഷിഫ്റ്റ് ചെയ്യണത് എനിക്ക് റവ് മാച്ച് ചെയ്ത് പതിയെ എടുക്കുന്നത് മാത്രമാണ് ഒരു പവർ. കണ്ടില്ലേ നിങ്ങൾക്ക്, വണ്ടി പക്കയാണ്. ക്രൂസ് കൺട്രോൾ ഇതിൽ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലുതായിട്ട് യൂസായിട്ട് തോന്നിയില്ല. കാരണം ഹൈവേയിൽ പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു മെയിൻ ഇഷ്യൂ. മീൻസ് നിങ്ങൾ ഇൻ്റർ സ്റ്റേറ്റോ അങ്ങനെയൊക്കെ അടിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു യൂസ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടുത്ത് ക്ലച്ചിങ് ഗിയർ ബോക്സിനെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ
ടിപ്പിക്കൽ KTMൻ്റെ ക്ലച്ചല്ല, കുറച്ചും കൂടി ലൈറ്റായിട്ട് പറഞ്ഞൊരു ക്ലച്ചാണ്. പക്ഷേ ഗിയർ ബോക്സ് സ്മൂത്ത് ഗിയർ ബോക്സാണ്, ഭയങ്കര സ്മൂത്തായിപ്പോയി ഗിയർ ബോക്സ്. അതെനിക്കൊരു പ്രശ്നമായിട്ടല്ല ഞാൻ പറയുന്നത്, ബട്ട് നമ്മളെ സ്ട്രെല്ലൊക്കെ പറയുന്ന പോലെ പഴം ഗിയർ ബോക്സ് അങ്ങനത്തെ പിന്നെ സ്ലിപ്പ് ചെയ്ത് കയറുന്നുണ്ട്, സ്ലിപ്പ് ചെയ്ത് അങ്ങനത്തെ ഒരു ടൈപ്പ് ഗിയർ ബോക്സാണ് വരുന്നത്. ഏത് ഗിയറിലാണ് വീഴുന്നതെന്നൊരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടണില്ല. ഭയങ്കര ഒരു സ്മൂത്ത് ഗിയർ ബോക്സാണ്, സ്മൂത്തായിട്ട് എൻഗേജ് ആവുന്നു, കംപ്ലീറ്റ്ലി സ്മൂത്തായിട്ട് വരുന്ന ഒരു സാധനമാണ് വന്നിട്ട് ഇങ്ങനെ. ഓക്കെ, അടുത്ത് നമുക്ക് വൈബ്രേഷൻസിനെ കുറിച്ചൊക്കെ നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഹാൻഡിൽ ബാറിലൊന്നും ഈ ഒരു സൈഡ് ഫെയറിങ്ങിൻ്റെ ഇവിടെ നിന്നും ചെറുതായിട്ട് വൈബ്രേഷൻസ് തോന്നുന്നുണ്ട്. അത് എനിക്ക് മാത്രമാണ്, ചില വണ്ടിയൊക്കെ അതുണ്ടാവില്ലായിരിക്കും. ബട്ട് എനിക്ക് ഈ ഒരു സൈഡിൽ രണ്ട് സൈഡ് പാനലിലൊന്നും ഹാൻഡിൽ ബാറിന് അത് ഹൈ റെവിലെന്ന് ആണ് അത്യാവശ്യം ഫീൽ ആവുന്നത്. ഒരു 6000 ഒക്കെ കയറുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇത് വരുന്നത്. അടുത്ത് ബ്രേക്കിംഗ് ഞാൻ പറഞ്ഞല്ലോ, ബ്രേക്കിംഗ് ഇപ്പോൾ ഹൈവേയിൽ ഇതിൻ്റെ ബ്രേക്കിംഗ് ആണെങ്കിലും പക്കയാണ്. എനിക്ക് ഇതിൽ നെഗറ്റീവായിട്ടൊന്നും തോന്നിയിട്ടില്ല. അതായത് ബ്രേക്കിംഗ് കുറവോ അങ്ങനെ കൂടുതലോ അങ്ങനെയല്ല, ഇത് പക്ക ഒരു ഇതാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഫുഡ് പെക്കിൽ നിന്ന് വൈബ്രേഷൻസ് കിട്ടുന്നുണ്ട്. ഈ നമ്മളെ റൈഡർ ഫുഡ് പെക്കിൽ നിന്നാണ് കിട്ടുന്നത്. അത് കാരണം നിങ്ങൾ ഇപ്പോൾ ഒരു ഓഫ് റോഡ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് ഒരു വലിയൊരു പ്രശ്നമായിട്ട് തോന്നില്ല. ബട്ട് അല്ലാണ്ട് ഹൈവേസിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊരു പ്രശ്നമായിട്ട് തോന്നും. ഓക്കെ, നമുക്ക് ഇതേപോലെ കുറച്ചൊന്ന് ഓഫ് റോഡ് കയറ്റി നോക്കാം, ഇത് കയറുമെന്ന്. അതൊന്നും ഇത് കയറും, ബട്ട് നമ്മളെന്തായാലും ഇപ്പോൾ റിസ്ക് എടുക്കാനില്ല. നമുക്കൊന്ന് കുറച്ചൊന്ന് ഓഫ് റോഡ് അടിച്ച് നോക്കാം. ഞാൻ ട്രയംഫിൻ്റെ റിവ്യൂവിൽ പറഞ്ഞ പോലെ നമുക്കിത് എവിടെ വേണോ കയറ്റി കൊണ്ടുപോകാം, അങ്ങനത്തെ ഒരു ടൈപ്പ് ബൈക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എക്സ്പ്ലോർ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ റിയർ ABS ഞാനിപ്പോൾ ഓഫ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത് നമുക്ക് നിർത്തിയിട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ സംസാരിക്കാം. ഏറ്റവും കൂടുതൽ കമൻറ്റ് തരാൻ ഇത് കമ്പയർ ചെയ്യാനായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് കമ്പയറും ചെയ്ത് നോക്കാം. ഇപ്പോൾ ഓടിച്ചതിൽ നിന്ന് ഇതിൻ്റെ നെഗറ്റീവ് ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. നെഗറ്റീവ് എനിക്ക് വൈബ്രേഷൻസ് തോന്നുന്നുണ്ട്. അതായത് ഈ ഒരു ഫുഡ് പെക്ക്, ഈ ഒരു സാധനം ഇതിലൊന്നും എനിക്ക് വൈബ്രേഷൻസ് തോന്നുന്നുണ്ട്. ഓക്കെ, ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിത് റിമൂവബിളാണ്. ഇതിൻ്റെ അടിയിലൊരു ഉണ്ട്, അത് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റബ്ബർ പീസ് എടുത്ത് മാറ്റാൻ പറ്റും. എന്നിട്ട് എന്തിനാണിത് യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫ് റോഡ് പോകുമ്പോൾ നിങ്ങൾക്ക് കണ്ടില്ലേ, ഷൂ യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അടിയിൽ ചെളിയായിരിക്കും. എന്തായാലും ടിപ്പിക്കലി ഓഫ് റോഡ് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനം ചെയ്യുമ്പോൾ ചെളിയായിരിക്കും. ആ ചെളി ഉള്ളപ്പോൾ നിങ്ങൾക്ക് കാല് ചവിട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റബ്ബറിലൊന്നും എനിക്ക് നല്ല അത്യാവശ്യം വൈബ്രേഷൻസ് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു സൈഡ് ഫെയറിങ്ങിലൊന്നും ഈ ഒരു സാധനത്തിൽ നിന്ന് ഞാൻ കൂടുതൽ ടാങ്ക് ഹഗ് ചെയ്താണ് ഇരിക്കുന്നത്. ഈ ഒരു 2 കാല് വെച്ചിട്ട് ഹഗ് ചെയ്താണ് ഇരിക്കുന്നത്. എനിക്കപ്പോൾ കുറച്ചൊന്ന് വൈബ്രേഷൻസ് തോന്നുന്നുണ്ട്. ഇത് രണ്ടുമാണ് എനിക്കിതിൽ തോന്നിയിട്ടുള്ള വൈബ്രേഷൻസ്. അടുത്ത് ബിൽഡ് ക്വാളിറ്റി ഒക്കെ ആണെങ്കിൽ എന്തായാലും നമ്മൾ കൊടുക്കുന്ന കാശിന് അത്രയുള്ള ബിൽഡ് ക്വാളിറ്റി ഇത് തരുന്നുണ്ട്. മീൻസ് ആയിരിക്കും എന്തായാലും ടിപ്പിക്കലി ഓഫ് റോഡ് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനം ചെയ്യുമ്പോൾ ചെളിയായിരിക്കും. ആ ചെളി ഉള്ളപ്പോൾ നിങ്ങൾക്ക് കാല് ചവിട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റബ്ബറിലൊന്നും എനിക്ക് നല്ല അത്യാവശ്യം വൈബ്രേഷൻസ് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു സൈഡ് ഫെയറിങ്ങിലൊന്നും ഈ ഒരു സാധനത്തിൽ നിന്ന് ഞാൻ കൂടുതൽ ടാങ്ക് ഹഗ് ചെയ്താണ് ഇരിക്കുന്നത്. ഈ ഒരു 2 കാല് വെച്ചിട്ട് ഹഗ് ചെയ്താണ് ഇരിക്കുന്നത്. എനിക്കപ്പോൾ കുറച്ചൊന്ന് വൈബ്രേഷൻസ് തോന്നുന്നുണ്ട്. ഇത് രണ്ടുമാണ് എനിക്കിതിൽ തോന്നിയിട്ടുള്ള വൈബ്രേഷൻസ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് സീറ്റാണ്. സീറ്റ് നമുക്ക് എന്തായാലും ഒന്നെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് ആക്സസറീസ് എന്തെങ്കിലും യൂസ് ചെയ്യണം. നോർമൽ റൈഡിങ് ഇങ്ങനത്തെ ട്രയലിലും ഇങ്ങനത്തെ ഞാനിപ്പോൾ വന്ന പോലത്തെ ട്രയൽ റോഡ്സിലോ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഒരു കുഴപ്പമില്ല. ട്രയൽസ് ഒന്നും പോകണ്ടല്ലോ, നമ്മൾ കേരളത്തിലെ റോഡ് മതിയല്ലോ. ഓക്കെ, കേരളത്തിലെ റോഡിൽ കൂടി ഓടിക്കുമ്പോൾ നമുക്കിതൊരു ഇഷ്യൂ വരത്തില്ല. കേരള റോഡ് വിട്ട് കഴിഞ്ഞാൽ നമുക്കതൊരു ഇഷ്യൂ ആണ്. കേരള റോഡ് വിട്ട് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഹൈവേ വരും. ഹൈവേ വരുമ്പോൾ ശോകമാണ് സീറ്റ് വരുന്നത്. നോർമലി അത് എൻഡ്യൂറോ അങ്ങനത്തെ ടൈപ്പ് ആൾക്കാരാണ് നോക്കണമെങ്കിൽ നിങ്ങൾക്കൊരു കുഴപ്പമില്ല. ബട്ട് ടിപ്പിക്കൽ പഴയ ADV വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ പഴയ ADVയുടെ സീറ്റ് കുറച്ചും കൂടി ഒന്ന് കുഷുണ്ടായിരുന്നു എന്നും എനിക്ക് തോന്നുന്നുണ്ട്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഇതിലുള്ള നെഗറ്റീവ് പാർട്സ്. അടുത്ത് ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് പറയാം. ആദ്യം നെഗറ്റീവ് പറയുന്നത് എന്തായാലും പോസിറ്റീവ് ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, അല്ലെങ്കിൽ ആദ്യമേ നെഗറ്റീവ് പറഞ്ഞത്. എന്തായാലും ഇതിന് പോസിറ്റീവ് സൈഡ് ഉണ്ട്. ആദ്യം തന്നെ ഇതിൻ്റെ ലുക്ക്. ഓക്കെ, ആദ്യം തന്നെ ഇതിൻ്റെ ലുക്ക്. നിങ്ങളിത് കണ്ടിട്ട് 250cc എന്ന് ആരെങ്കിലും പറയുമോ? ലൈക്ക് ഇത് നിങ്ങളൊരിടത്ത് ഒരു പാർക്കിംഗ് ലോട്ടിൽ ഇപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് വേറെ വണ്ടിയുടെ ഇടയിൽ ഇതിരിക്കണ കാണുമ്പോൾ നമ്മൾ ആലോചിക്കും, ഇത് 250 തന്നെ ആണോ എന്ന് നമുക്ക് ആദ്യം തന്നെ തിങ്കിങ് പോകും. കാരണം
ഒരു പ്രോപ്പർ ബിഗ് ബൈക്കിൻ്റെ ഒരു ഫീലും ഉള്ള ഒരു ബൈക്കാണ്. ലുക്ക് വൈസ് ആയാലും എനിക്ക് ഹിമാലയൻ്റെ ടൈപ്പ് ബിഗ് അല്ല, മീൻസ് ഹിമാലയൻ്റെ ആ ടാങ്കാണ് ഏറ്റവും വലുത്. ആ 17 ലിറ്റർ ടാങ്കാണ് വണ്ടിയുടെ ഒരു പ്രശ്നം. അതിൻ്റെ വെയിറ്റും അത് തന്നെയാണ്, അതിൻ്റെ എല്ലാം അതാണ്. ഓക്കെ, ഞാൻ ഹിമാലയൻ്റെ റിവ്യൂവിൽ പറഞ്ഞ പോലെ. ഓക്കെ, അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു ബിഗ് ബൈക്കിൻ്റെ ഒരു എടുത്ത് നിൽക്കുന്ന ഒരു ഫീലുണ്ട്. ഓക്കെ, ഇതിന് 2 കളർ ഓപ്ഷൻസാണ് വരുന്നത്. ഒന്ന് ഓറഞ്ചും ഒന്ന് വൈറ്റ് ആണെന്ന് തോന്നുന്നു. ഞാനിവിടെ അടുത്ത വണ്ടിയുടെ പിക്ക് ഞാൻ ഇവിടെ എവിടെയും കൊടുത്തിട്ടുണ്ടാവാം. ഓക്കെ, ഞാൻ പഴയ സ്കാംബ്ലർ ഓടിച്ചല്ലോ, ട്രയംഫിൻ്റെ സ്കാംബ്ലറിൽ നിന്ന് മിസ്സായിട്ടുള്ള ഇലക്ട്രോണിക്സ് കുറേ ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട്. കിക്ക് ഷിഫ്റ്ററാണ് ഏറ്റവും നൈസ്. ഞാൻ അപ്പ് ഷിഫ്റ്റ് ചെയ്തൊന്നും ഞാൻ ക്ലച്ച് യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് അപ്പ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ക്ലച്ച് എനിക്ക് വലിയ യൂസ് വന്നിട്ടില്ല. പറയാൻ വിട്ടേ, ADV 390 അഡ്ജസ്റ്റബിൾ ആയിരുന്നു വന്നാൽ, ഇതിൽ അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് അല്ല വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് വയ്ക്കാം. അഡ്ജസ്റ്റബിൾ ലിവേഴ്സിന് എനിക്ക് തോന്നുന്നു 1000 2000 എന്നാണ് പ്രൈസ് വരുന്നത്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത്രയും ഇലക്ട്രോണിക്സ് ഇതിൽ വരുന്നുണ്ട്. TFT ഡിസ്പ്ലേ വരുന്നുണ്ട്. എനിക്ക് എന്തുകൊണ്ടും കുറച്ചും കൂടി ഒന്ന് വിട്ടുപോയത്, അടുത്ത അപ്ഡേറ്റിലെങ്കിലും നമുക്ക് മാപ്പ്, അതായത് ഗൂഗിൾ മാപ്പിനെ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമുക്ക് ടേൺ ബൈ ടേൺ മാത്രമേ ഇതിൻ്റെ അത് കിട്ടൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും എടുക്കുന്നവരാണെങ്കിൽ, ഇത്രയും വലിയ ടവർ കിടക്കില്ലേ, എന്തായാലും നിങ്ങൾക്ക് ഫോൺസ് താഴെ ഇങ്ങനെ വെക്കാൻ പറ്റും. നിങ്ങൾ ഹൈവേ ടൂറിങ്ങിനാണ് നോക്കുന്നതെങ്കിൽ ഇതിനൊരു കിടിലം വൈസറാണ് വന്നിട്ടുള്ളത്. വൈസർ ഞാൻ പറഞ്ഞല്ലോ, വൈസറിന് അഡ്വാൻറ്റേജ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അതൊരു ഓവറോൾ വണ്ടിയായിട്ട് നിങ്ങൾക്ക് വെച്ചേക്കാം. നിങ്ങൾക്ക് ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ട്, നിങ്ങൾക്ക് ഹൈവേ പോകാൻ പറ്റും, ലുക്കുണ്ട്. ഇപ്പോൾ കോളേജിലുള്ള പിള്ളേർക്കായാലും കൊണ്ടു നടക്കാൻ പറ്റും. പിന്നെ ഭയങ്കര പവർഫുൾ അല്ല. ഏജ് ഗ്രൂപ്പ് വലിയൊരു ഇഷ്യൂ ഇല്ലാത്തൊരു വണ്ടിയാണ്. നിങ്ങൾക്ക് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും കൊണ്ടു നടക്കാൻ പറ്റും. ബിഗിനർ ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗിയർ മാറ്റാൻ പഠിച്ച് അത്യാവശ്യം പവർ അത്യാവശ്യം പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇതെന്തായാലും കൊണ്ടു നടക്കാൻ പറ്റും. ഭയങ്കര, അതായത് ഡ്യൂക്കിനെ പോലെ 390 അല്ലെങ്കിൽ പഴയ ഡ്യൂക്ക് 250 പോലെ ഭയങ്കര അഗ്രസീവ് പവർ ഡെലിവറി അല്ല. ലീനിയറായിട്ട് തന്നെയാണിത് പവർ ഡെലിവർ ആവുന്നത്. അതായത് ഓഫ് റോഡ് പോകുമ്പോഴായാലും നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് പവർ കിട്ടും. എന്തായാലും കുറച്ചൊന്ന് റവാണ്. ലോ RPM ഇതിൻ്റെ ടോർക്ക് കുറവാണ്. ബട്ട് ഒരു മിഡും ഹൈ ഒക്കെ എത്തുമ്പോൾ നമുക്ക് അത്യാവശ്യം RPM കിട്ടും. ഓഫ് റോഡ് ഞാൻ അധികം ഇറക്കിയിട്ടില്ല. ഓഫ് റോഡ് പോയവരുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. ഓഫ് റോഡ് റിവ്യൂ എന്തായാലും യൂട്യൂബിലുണ്ടാവും ആരെങ്കിലും ചെയ്തിട്ടുള്ള. അപ്പോൾ ഓഫ് റോഡ് നിങ്ങൾ നോക്കുക. ഞാൻ ഇത് കൂടുതൽ ഓഫ് റോഡ് മീൻസ് ഇത് കൂടുതൽ ഞാൻ ഓഫ് റോഡ് ചെയ്യുന്നവർക്ക് സജസ്റ്റ് ചെയ്യാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, ഇതൊരു ഡ്യുവൽ പർപ്പസാണ്. കാരണം ഇതിന് അലോയ് ആണ് വരുന്നത്. ഈ ഒരു അലോയ് നമുക്ക് ടിപ്പിക്കൽ ഒരു ഓൾറൗണ്ടറായിട്ടായിരിക്കുന്നത്. ADV 390Xും നമ്മുടെ ADV 250 അടുത്തടുത്തിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആ സ്റ്റിക്കറിലേക്ക് മാത്രമേ നമുക്കത് 390 ആണെന്ന് തിരിച്ചറിയാൻ പറ്റൂ. മീൻസ് വിഷ്വലി പവർ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അറിയാൻ പറ്റും. വിഷ്വലി നമുക്ക് ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ഏത് ആംഗിളിൽ നോക്കിയാലും വണ്ടി പ്രോപ്പർ ഒരു ബിഗ് ബൈക്ക് തന്നെയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. KTMന്റെ വലിയ സിബ്ലിങ്സ് ഞാൻ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടാകും ഫോട്ടോസ്. അതും ഇതും ഏകദേശം ഒരേ ലുക്ക് തന്നെയാണ്. നമുക്ക് പിന്നെ ഹിമാലയൻ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു POയിൽ എൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുമ്പോൾ ഒരു 65-68 ആണ് എൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ എൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 174 ആണ് വരുന്നത്. എൻ്റെ ചൂസിൽ ഞാൻ എന്തായാലും 250K പോകും. ഓക്കെ, ഇപ്പോൾ പില്യൻ വെച്ച് ടൂറിങ് അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി ഫിസിക്കൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ, മീൻസ് കുറച്ച് ജിമ്മിനൊക്കെ ആണെങ്കിൽ ഹിമാലയൻ പോവാം. അല്ലാണ്ട് കുറച്ച് മെലിഞ്ഞിട്ട് എന്നെ പോലെയുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും 250 പോകും. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ എന്തായാലും ട്രയൽ റൺസും അങ്ങനത്തെ കാര്യങ്ങൾ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോവാറ്. വണ്ടി വീണ് കഴിഞ്ഞാൽ, അങ്ങനത്തെ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എനിക്കെടുത്ത് പൊക്കി വെക്കാൻ വേണ്ടി വേറെ ആരും കാണത്തില്ല. അപ്പോൾ ഇതാണെങ്കിൽ എവിടെ വീണാലും എനിക്കെടുത്ത് പൊക്കി വെക്കാൻ പറ്റും. ആ ഒരു വെയിറ്റേ ഉള്ളൂ. ബട്ട് ഹിമാലയൻ ആണെങ്കിൽ ലേശ വെയിറ്റ് കൂടുതലാണ്. പിന്നെ ഫ്യൂൽ എഫിഷ്യൻസി കുറവാണ്. പിന്നെ എനിക്ക് ആ ബിൽഡ് ക്വാളിറ്റി എനിക്ക് വലിയൊരു ഇഷ്ടമായിട്ട് തോന്നിയിട്ടില്ല. ഇത് മീൻസ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഫ്രണ്ടിൽ ഇപ്പോൾ ഹിമാലയൻ്റെ ഫ്രണ്ടിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം വയേഴ്സ് കാണാൻ പറ്റും. ഇതിൽ നമുക്ക് അങ്ങനെ ഒരു സാധനം നമുക്ക് കാണാൻ പറ്റില്ല. പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണായിട്ടോ അങ്ങനെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. എനിക്ക് അതുകൊണ്ടാണ് ഇത് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഹിമാലയൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, ഇതിന് സ്റ്റോക്കായിട്ട് വരുന്ന കുറച്ച് സാധനങ്ങളാണ് ഈ ഒരു ക്രാഷ് കാർഡ്. ഇത് കംപ്ലീറ്റ്ലി സ്റ്റോക്ക് വണ്ടിയാണ്. ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. ഇത് കംപ്ലീറ്റ്ലി സ്റ്റോക്കാണ്. അപ്പോൾ ഈ ഒരു സാധനം എന്തുകൊണ്ടും പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഒരു ഫെയറിങ്ങിലും വരുന്നുണ്ട്. ഈ ഒരു എക്സ്ട്രാ സ്ലൈഡർ നമുക്ക് ഹാൻഡിൽ ബാറുമായിട്ട് ഒരു മാച്ചിങ്ങിൽ വരുന്നുണ്ട്. നമുക്ക് ക്രാഷ് ആയാലും വലിയ ഡാമേജസ് ഇല്ലാണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ബീക്കൊക്കെ അത്യാവശ്യം ഫ്ലെക്സിബിളാണ്. അപ്പോൾ ഒടിഞ്ഞ് വരാൻ ചാൻസ് ഇല്ല. ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് ആ ഒരു രീതിയിൽ നിന്നോളും. പിന്നെ ഇവിടെ സസ്പെൻഷനിൽ കവറിങ് വരുന്നുണ്ട്. ഈ ഒരു കവറിങ് വരുന്നുണ്ട്. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള വേറൊരു കാര്യമാണ് ഒരു സാധനമാണ് ഇവിടെ ഒരു ചെയിൻ്റെ പ്രൊട്ടക്ഷൻ പോലത്തെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. അതായത് സ്ലാക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ആണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഈ ഒരു സാധനം. കാരണം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ചെയിൻ അതിൻ്റെ അകത്തുകൂടിയാണ് പോണത്. ചെയിൻ സ്ലാക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് പോലെയാണ് ഇരിക്കുന്നത്. അതായത് ഓവറോൾ കടന്നിങ്ങനെ ആ ഒരു കാരണം ചെയിൻ സ്ലാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വിക്ക് ഷിഫ്റ്ററിന് പ്രശ്നമാകും. അപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയുള്ള എന്തോ ഒരു സാധനമാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഡിസൈൻ വൈസ് ആയാലും നമുക്ക് പ്രോപ്പർ തന്നെയാണ്.
മീൻസ് എനിക്കതിൽ നെഗറ്റീവായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഓക്കെ, നമുക്ക് ഇതൊന്ന് ജസ്റ്റ് അവിടെ വരെ ഒന്ന് കയറി നോക്കാം. ഓക്കെ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനത്തെ ഒരു ടിപ്പിക്കൽ റോഡാണ്. ഓക്കെ, പുറകെ വീല് നല്ലതായിട്ട് സ്പിന്നാവുന്നുണ്ട്. നമുക്കെന്തായാലും ഇവിടെ വെച്ചൊന്ന് നിർത്താം. മുകളിൽ കയറ്റി കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് സോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത്രയും വലിയ സാധനമൊന്നും എടുത്ത് കയറ്റത്തില്ല എന്നറിയാം. ഓക്കെ, വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, ഐ ആം നോട്ട് ദാറ്റ് മച്ച് എക്സ്പീരിയൻസ്ഡ് റൈഡർ. സോ ഇങ്ങനത്തെ സാധനങ്ങളും ഇത് കയറിപ്പോവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, അതിലൊന്നും വേറെ ഡൗട്ടൊന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനത്തെ റോഡ് വേണോ കയറിപ്പോൾ. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ADV250 റിവ്യൂ എന്ന് പറയുമ്പോൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഓക്കെ, അടുത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസിങ്ങും കാര്യം അറിയണമെങ്കിൽ ഇതൊരു 3,38,000 ആ ഒരു റേഞ്ച് എന്തോ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് പ്രോപ്പർ നിങ്ങൾക്ക് പ്രൈസ് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പർ പ്രൈസിങ്ങും ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും. 6th ഗിയറിലാണ് ഞാൻ 50ൽ കൊണ്ടുപോകുന്നത്. 50 ഉണ്ടാകത്ത് നമുക്കതൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം വലിയ വൈബ്രേഷൻസ് ഒന്നും വരില്ല. ചില വണ്ടിക്ക് ഭയങ്കര നോക്കിങ് വരും. നമുക്ക് ആ ഒരു നോക്കിങ് ഇതിലില്ല. നിങ്ങൾക്ക് കാണാം, ഈ ഒരു 6th ഗിയറിൽ നിന്ന് 50ൽ നിന്ന് ഞാൻ കൈ കൊടുത്ത് കയറി പോകണമുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾക്കൊരു ഇഷ്യൂവേ അല്ല. സിറ്റീസിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നല്ല. നമുക്ക് മാനേജബിൾ ആണ്. ഇതിൻ്റെ സ്വിച്ച് ഗിയറൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രീമിയം ഫീലുണ്ട് വണ്ടിക്ക്. ഹിമാലയൻ്റെ TFTയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഡേയും നൈറ്റും ഇങ്ങനെ ഷിഫ്റ്റ് ആവും, എന്തോ ഒരു ബഗ് പോലെ. ആ ഒരു ഇഷ്യൂ എനിക്കിതിൽ ഫീൽ ആവുന്നില്ല. പിന്നെ മിറേഴ്സിൻ്റെ ക്വാളിറ്റി ആയാലും മിറേഴ്സൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു മിറേഴ്സ് തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു ADV250 റിവ്യൂ. അപ്പം നെക്സ്റ്റ് റിവ്യൂവിൽ കാണാം. ബൈ ബൈ.